വക അത് വീട്ടാനുള്ളതാണ്. ലക്ഷ്മി പറഞ്ഞു തന്ന ക്യാപ്ഷനാണ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. സാധാരണക്കാരനെ പോലെ ഇരുന്ന് പോടിയൊന്നും കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ എന്റെ പേരിലൊരു പീഡന പരാതി. എല്ലാവർക്കും നമസ്കാരം. ഷിയാസ് കരീമിന്റെ വിഷയം എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളുമായിട്ടുള്ള ഒരു ബീഫ് സംസാരം. ബീഫ് അനുമോള് കഴിക്കാത്തത് കൊണ്ട് ഇവൻ അവിടെ കയറി പട്ടി ഷോ കാണിച്ചതിനെ തുടർന്നിട്ട് അവന് കിട്ടിയ 8ന്റെ 18ന്റെ പണിയാണ്. അതിൽ ഒരു മാറ്റമില്ല. എടാ, നമ്മളെല്ലാവരും 100% പെർഫെക്റ്റോ അല്ലെങ്കിൽ നന്മമാരോ ഒന്നും അല്ല. എല്ലാവർക്കും അവരുടേതായ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് തൊടുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിട്ട് അവന്റെ ഭാഗത്ത് മാത്രം തെറ്റാക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ആ ഒരു കേസ്. പിന്നെ ഇവിടെ ഷിയാസ് കരീമിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. തെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-65 ലക്ഷത്തോളം ആ ഏതോ ഒരു അമ്മച്ചിയ ഏതോ ഒരു സ്ത്രീയോ ഏതോ ആരോ ഹൂവർ അവരെ ഇവൻ വാങ്ങിയിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണ്. മറ്റേ തൊട്ടി പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത്. ഇവൻ വാങ്ങിയിട്ടുണ്ട്. പൈസ കടം ചോദിക്കുന്ന അടക്കം അല്ലെങ്കിൽ പൈസ ചോദിക്കുന്നതടക്കം ഇവൻ ആ വോയിസിൽ കേൾക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇവൻ വാങ്ങിയിട്ടുണ്ട്. വാങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ തന്തയില്ല ഇവനെ ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം പറയാമല്ലോ. പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. അല്ലാണ്ട് പൈസയും വാങ്ങി തട്ടിപ്പ് നടത്തി വലിപ്പിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തന്തയില്ലായ്മ തന്നെയാണ്. പിന്നെ ഇവനൊക്കെ പൈസ ചോദിച്ചു പറഞ്ഞാൽ എടുത്തു കൊടുക്കാൻ മാത്രം ഇത്രയും ലക്ഷങ്ങൾ ആരുടെ കയ്യിലിടെ? ഇത് ഏതാ ഈ കൊടുത്ത വ്യക്തി? എനിക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാനറിഞ്ഞ് നിങ്ങളറിയണ്ട. ഓക്കെ അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇവനൊക്കെ ഇത്രയും പൈസ ചോദിച്ചപ്പോൾ വാരിക്കോരി അങ്ങ് കൊടുക്കുകയാണ്. ഇതൊക്കെ ആരുടെ? ഏത് യൂണിവേഴ്സിടെ? വലിയ ജമണ്ട് യൂണിവേഴ്സാണ്. എന്നാലും ഷിയാസ് നിന്നോട് വന്നിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരസ്പര ഇഷ്ടത്തോടെ ആണെങ്കിൽ അതിൽ ഞാൻ ന്യായീകരിക്കത്തില്ല. മീൻസ് നിന്നെ തെറ്റ് പറയത്തില്ല. പക്ഷെ ഒരു പോയിന്റിൽ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് നീ അവരെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തൊട്ടിത്തനം കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരുമായിട്ട് നീ പരിപാടിക്ക് ഇടപാടിന് പോയിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്, തൊട്ടിത്തനം. അല്ലാതെ ഇപ്പോൾ കല്യാണത്തിന് മുന്നേയൊക്കെ പലർക്കും പല അഫെയറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ ഒരു പോയിന്റിലൊക്കെ എല്ലാവർക്കും അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടും അതേ അവീതങ്ങളെ അതേ ബന്ധങ്ങളെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് തൊട്ടിത്തന്നെ ഒന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിന്റെ ഭാര്യ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ വച്ചും കൊണ്ട് നീ വേറെ പെണ്ണിന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അത് തൊട്ടിത്തനം തന്നെയാണ്. അവൾക്ക് നീ എന്ത് വിലയാണ് നീ കൊടുക്കുന്നത്? അതും കൂടി എനിക്കിവിടെ സൂചിപ്പിക്കണമെന്നുണ്ട്. ശരിയാ, തൊട്ടി തന്നെ നീ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ പെണ്ണിന്റെ കേസിലല്ല, കൺസെന്റോടെ നിങ്ങൾ തമ്മിൽ വല്ല പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തേങ്ങയിൽ പറയാനില്ല. പിന്നെ കല്യാണത്തിന് ശേഷം നീ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൊട്ടി തന്നെ. പിന്നെ അവരെ വാങ്ങിയ പൈസ അത് മറ്റേ പരിപാടിയാണ്. നീ വശീകരിച്ചിട്ട് പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് തൊട്ടിത്തന്നെ, അത് ചോദ്യം ചെയ്യണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് നീ പെണ്ണുങ്ങളായിട്ട് കൺസെന്റോടെ ചെയ്യുന്നതൊന്നും നമുക്കൊരു വിഷയമല്ല. നിന്റെ പേഴ്സണൽ കാര്യം. കല്യാണത്തിന് മുമ്പേ എന്താ കാട്ടി കഴിഞ്ഞാൽ നമ്മളത് തിരിഞ്ഞു നോക്കുന്നില്ല. അതിനുശേഷം അവളുമാർ വന്നിട്ട് വോയിസ് മറ്റത് വീഡിയോ ക്ലിപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അവളുമാരെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇത് കുറെ അവളുമാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. കല്യാണത്തിന് മീൻസ് അവനെങ്ങോട്ടൊക്കെ ബന്ധം വെച്ചിട്ട് അവൻ്റെയൊക്കെ കൂടെ പോയി പരിപാടികളും ചെയ്തിട്ട് പിന്നെ വരും കൂടും കൂടുക്കെ എടുത്തോണ്ട് അവൻ അന്ന മറ്റോ ചെയ്ത് മറിച്ചോ ചെയ്തെന്ന് പറഞ്ഞ് പീപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരും. അവളുമാർ അന്ന് സുഖം അനുഭവിച്ചതാണ്. എന്നിട്ടാണ് പിന്നെ വരണം കൊടയം പിടിച്ചുകൊണ്ട്. അത് ഞാൻ യോജിക്കത്തില്ല. അതുപോലെ ഈ സ്ത്രീയുടെ ഹിസ്റ്ററി ഏതാണെന്ന് നോക്കണം. പോലീസിൽ പരാതി ചെയ്യുന്ന സ്ത്രീ വിവാഹിതയാണോ, കല്യാണം കഴിഞ്ഞ മക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. അല്ലെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണം. ഇതൊക്കെ ചെയ്യണം. എന്തിന്? അവളുമാർ മാത്രം പതിവ്രതാവും നല്ലവളുമായിട്ടൊക്കെ നടക്കും. അവർക്ക് കേസ് കൊടുക്കാമായിരുന്നു. വാങ്ങി 65 ലക്ഷം രൂപ തരാതെ പട്ടിപ്പും തട്ടിപ്പും നടത്തി അല്ലെങ്കിൽ എന്നെ മൂഞ്ചിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു കേസ് കൊടുക്കാമായിരുന്നു. പകരം ഇതിന്റെ ഇടയിൽ കൂടി മറ്റേ പരിപാടി കൂടി അവൾ കയറ്റിവിട്ട്. അപ്പൊ അവളവിടെ പതിവ്രതയായി. അവളുടെ വോയിസ് ഒന്നും പുറത്തു വരുന്നില്ല. അവളുടെ വോയിസ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മൂഞ്ചി കുടുങ്ങും. ആണുങ്ങൾക്ക് ഇവിടെ വരെയില്ല. ആണുങ്ങളുടെ വോയിസാ മറ്റേ ഒന്നും ഇല്ലാത്ത ഫോട്ടോ എന്ത് വേണം എടുത്തോ, ആർക്ക് വേണം അടിക്കുക. അത് ഒരു പ്രശ്നമല്ല. പക്ഷെ പെണ്ണുങ്ങൾ ഇവിടെ സേഫാണ്. അവളുമാർ എന്ത് അപരാധം കാണിച്ചാലും അവളുമാർ സേഫാണ്. നിയമം അത് മാറണം. നമ്മുടെ ഹൈക്കോടതി പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. ഇതുപോലെ ഉള്ളവളുമാരെ എക്സ്പോസ് ചെയ്യണം. കാരണം അവളും അവനും കൂടി പരസ്പര ഇഷ്ടത്തോടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ വന്നിട്ട് അവന്റെ നെഞ്ചത്ത് മാത്രം കേസ്, അവന്റെ ഡീറ്റെയിൽസ് മാത്രം എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു, അവനെ മാത്രം എക്സ്പോസ് ചെയ്യുന്നു. ഇത് ഒരു ഷിയാസ് കാര്യമല്ല. ഇത് നാളെ നിങ്ങളും ഞാനും അടങ്ങുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇനി ഇതിന്റെ വിഷയം തുടക്കം ബീഫാണല്ലോ. ബീഫിനെ ആയിട്ടാണല്ലോ സംഖ്യകളെല്ലാം കൂടി ഉമ്മാർക്ക് പണി കൊടുത്തത്. ഏത് ഷിയാസ് കരീമിന് പണി കൊടുത്ത് ഇപ്പൊ അടിച്ചേറി കയറ്റി വിട്ടിട്ടുള്ളൂ. ആ ചൊരുക്ക് അമ്മ വ്യക്തമായിട്ട് അങ്ങ് തീർത്ത്.
ഇനി ഈ ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് കുറെ ചൊരുക്കുണ്ടായിരുന്ന ടീമുകളുണ്ട്. ഏത് അനുമോളടുത്ത് ചൊരുക്കുണ്ടായിരുന്നു, RJ ബിൻസി, ഈ കട്ടപ്പ ശൈത്യം, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടായിരുന്നു കുത്തിത്തിരിപ്പ്. പിന്നെ അതിൽ RJ ബിൻസി, ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ തൂക്കി അവൾ അനുമോക്കിട്ട് കൊട്ടിയ സാധനമാണ്. നീലക്കുയിലുമായിട്ട് ഇരുന്നും കൊണ്ട് സംസാരിക്കുന്ന സ്ഥലത്ത് ഉള്ളൊരു സംഭവമാണ്, ഏതൊരു ഫംഗ്ഷൻ എന്തോ ആണ്. അവിടെ അനുമോക്ക് ഇട്ടാണ് ഇവൾ കൊട്ടിയിട്ടുള്ളത്. അവളെ വർത്തമാനം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഒരു ബീഫിന്റെ പ്രശ്നം തീർന്നേ ഉള്ളൂ, അടുത്ത ബീഫിന്റെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ ഏറി പോകാനുള്ള വകുപ്പാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കാണാം. അത് വീട്ടാനുള്ളതാണ്. ലക്ഷ്മി പറഞ്ഞ ക്യാപ്ഷനാണ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. സാധാരണക്കാരനെ പോലെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നീലക്കുയിൽ. ഓക്കെ, നീലക്കുയിൽ ബീഫ് കഴിക്കോ? ബീഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നീലക്കുയിൽ ബീഫ് കഴിക്കുകയോ? അവന് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കും. ബീഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബീഫിനെ കുറിച്ച് എന്താ പറയുന്നതാണ്? പശു ആ കാളെ പിടിച്ച് അർത്ഥം കൊണ്ട് അടുത്ത് അടിച്ച് വരട്ടി ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ബീഫ് കറി, ഇങ്ങനെ പല മോഡലുണ്ട്. ബീഫ് മന്തി, എന്തുവാടേ ഇത്? നീ കുത്തിയതാണെന്ന് എനിക്കറിയാം. അയ്യോ, നല്ല ചൊരുക്കുണ്ടല്ലേ, നല്ല അസൂയുണ്ട്. അതും വേറൊരു കാര്യം, അത് വേറൊരു സത്യം, പ്രപഞ്ച സത്യം. നല്ല അസൂയ, നല്ല ചൊരുക്കുണ്ട്. അതാണ് ഈ കാണുന്നത്. ബീഫിനെ കുറിച്ച് എന്താ പറയാനുള്ള? ഒരു ബീഫാണല്ലോ ഇവിടെ ഇപ്പൊ പ്രശ്നമായത്. ബീഫ് കഴിക്കാത്ത ആൾക്കാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അനുമോക്കിട്ട് താങ്ങിയ ബീഫ് കഴിക്കാത്തവരെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പറയൂ. എന്തുവാടേ വീടടേ, ഒരു ഷോ ആയടേ അത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ. ആ ചൊരുക്കും കണ്ട് ഇപ്പോഴും നടക്കുകയാണ്. പിന്നെ നിന്നെ കുറ്റം പറയത്തില്ല, കാരണം നല്ലോണം അടിച്ച് ഏറി കയറി അണ്ണാക്കി കിട്ടി ഏറി കിടന്ന് പറക്കാണ് നീ ഓട്ടയും കൂടി. അതുകൊണ്ട് പെട്ടെന്നൊന്നും വിഷമം മാറില്ല, സ്വാഭാവികം. നീലക്കുയിൽ അവിടെ നിൽക്കട്ടെ. ബീഫിനെ കുറിച്ചിട്ട് ഒക്കെ അങ്ങോട്ട് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. തള്ള വിൻ ചെയ്യാം. ചുമ്മാ വീണ്ടും ഏറി കയറി പോകുന്നതിന് അടുത്ത് നിന്റെ ചരിത്രമായിരിക്കും വരുന്നത്. പിന്നെ ഞാൻ പറയാറുണ്ട്, എൻ്റെ ചരിത്രം അത്ര 100% പെർഫെക്റ്റ്, ഞാൻ ലോകം കണ്ട നന്മപരമോ നല്ലവനോ ഒന്നുമല്ല. പക്ഷെ ഇന്നേ വരെ ആരെയൊന്നും പൈസയും തട്ടിപ്പിച്ചിട്ടില്ല, ഒരുത്തിയും കൺസെന്റ് ഇല്ലാതെ ഒട്ടിട്ടില്ല, ഒരു തേങ്ങയ്ക്കും പോയിട്ടുമില്ല. മനസ്സിലായോ? ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. ഒരുത്തൻ്റെ ഒന്നും 5 പൈസ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായോ? അത് വിട്. അതുകൊണ്ട് ഷിയാസ്, നീ ഇവിടെ മൂഞ്ചിയത്, നിന്നെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയത്, നീ 65 ലക്ഷത്തോളം രൂപ നീ വാങ്ങിയിട്ട് തേച്ചതാണ്. അത് പരിപാടി നീ ഇരന്ന് വാങ്ങിച്ചതാണ്, എനിക്കൊന്നും പറയാനില്ല. 2 ദിവസം മുമ്പ് എന്നെ വന്ന് ചൊറിഞ്ഞിട്ട് എൻ്റെ അണ്ണാക്കി തോക്കൊച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടതാണ്. പിന്നെ നിന്നെ ഇപ്പം കാണുന്നത് ഈ കോലത്തിലാണ്. ഞാൻ എന്ത് ചെയ്യാൻ? കർമ്മയല്ല. ഞാൻ അതിന് മൊത്തം പ്രാവിയൊന്നുമില്ലടാ. ഞാൻ കോമഡി പീസായിട്ടാണ് നിന്നെ കണ്ടിട്ടുള്ളത്. നിനക്ക് സത്യം പറഞ്ഞാൽ ഈ ശരീരം മാത്രമേ ഉള്ളൂ, ഈ ശരീരം ലുക്കും ഈ ഐറ്റും ഒക്കെ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. നീ വെറും ഡിമ്മാണ്, വെറും മറ്റേ പൊട്ടാത്ത പടക്കമില്ലേ, അത് നനഞ്ഞ പടക്കം, അത്രേ ഉള്ളൂ നീ. ഞാൻ ആ സെൻസിലേ നിന്നെ കണ്ടിട്ടുള്ളൂ. കുറച്ച് ശരീരമുണ്ട്, അതിൻ്റെ അഹങ്കാരം കുന്തളിപ്പും നിനക്ക് നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരുന്ന് തിളക്കേണ്ട അവസ്ഥ വന്നത്. എന്നാലും നിന്നെ ഞാൻ പെണ്ണിനെ കൺസെൻറ്റോടെ ചെയ്ത പരിപാടിയെല്ലാം കുറ്റം പറയത്തില്ല. പക്ഷെ നീ കെട്ടിയതിന് ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമാണ്. കാരണം നിന്റെ ഭാര്യ മറ്റേ കിഴങ്ങ് പറിക്കാനല്ല നിന്റെ അവിടെ ഇറങ്ങി വന്നത്, കേട്ടാ. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി ഇവൻ്റെ വോയിസുകൾ കേൾക്കാം. വാവ് എന്നോ എന്താ നമ്മുടെയൊക്കെ വോയിസ് വരുന്നത്. അന്ന് നിങ്ങൾക്ക് ഇതുപോലെ ആസ്വദിക്കും, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ. മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്യ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക വേണ്ടേ, നിനക്ക് സമയം വേണ്ടേ. അവളുടെ മരണം വരെ ഞാൻ ഉണ്ടാകും. 10-65 ലക്ഷം വാങ്ങിച്ചല്ലേ, അപ്പൊ വാഗ്ദാനങ്ങൾ കുറച്ച് നല്ലോണം കൊടുക്കാം. നല്ലോണം കൊടുത്താലല്ലേ ഇനിയും പൈസ കിട്ടത്തുള്ളൂ. എടാ, ആണുങ്ങളായ തന്തയ്ക്ക് പറക്കാത്ത സുഖം കാണിക്കില്ലേ? എടാ, പൈസ മൂഞ്ചിക്കരുതടാ. എന്തിനാ നീ ഉണ്ടാക്ക്. നീ വല്ല പ്രൊമോഷൻ ചെയ്തോ, അല്ലെ നീ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തോ, നീ അങ്ങനെയൊക്കെ ഉണ്ടാക്ക്. അല്ലെ സിനിമയിൽ അഭിനയിക്കോ, നീ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാക്ക്. പക്ഷെ ഒരാളെ പറ്റിച്ച് കുറെ ഭംഗി വാക്കുകൾ എടുത്തെറിഞ്ഞ് കയ്യിൽ എടുത്ത് സോപ്പിട്ട് ഒരാളെ തോളിൽ കൂടി കൈ ഇട്ടിട്ട് പൈസ തട്ടുന്ന പരിപാടി ചെയ്യാറേ, തൊട്ടി പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് നീ ഇമാതിരി വാക്കുകളൊക്കെ വാരിക്കോരി എറിഞ്ഞത്. ചീപ്പ്. കൊഞ്ചല്ലേ ഇവൻ കൊഞ്ചല്ല എന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിക്കുക, അപ്പുറത്തിരിക്കുന്ന ആള് നല്ലോണം കൊഞ്ചിയെന്ന്, കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെവലും എടുപ്പല്ല. പിന്നെ ഒരുത്തനെ നമ്പിക്കൊണ്ട് അവനെ കണ്ടും കൊണ്ട് അവന്റെ ഫെയിമും കണ്ടും കൊണ്ട് അവന് വാരി പൈസ അണ്ണാക്കിലോട്ട് ചൊല്ലി കൊടുത്തപ്പോ എന്റെ പൊന്നു സ്ത്രീയെ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, കേട്ടാ. 10-65 ലക്ഷം ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഒരുത്തന്റെ അണ്ണാക്കിലോട്ട് എടുത്ത് ചൊല്ലി കൊടുക്കുമ്പോൾ ആലോചിക്കണം. നിങ്ങൾക്ക് കുടുംബം ഗോത്രം കുട്ടികളൊന്നും ഇല്ലേ? അവരൊക്കെ അനുഭവിക്കേണ്ട പൈസയെല്ലാം എടുത്ത് കണ്ടവന്റെ അണ്ണാക്കി ഇട്ട് കൊടുത്തത്. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്? എനിക്കറിയത്തില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.
എന്താന്ന് പറയാം. ഇപ്പൊ നിലവിൽ നിനക്ക് ഞാനും എന്റെ കുടുംബം അല്ലാണ്ട് ആരോ ഉള്ളതെന്ന്. ഞാൻ ഉണ്ട്. അത് പൊളിക്കും. നിർത്തടി ചലക്കാതെ. ഞങ്ങള് സെയിം പൈസ കേട്ടാ. അതെ, വേറെന്താ പരിപാടി കഥാകുത പുറത്ത് ആരുടെ മുമ്പിൽ വിളിച്ച് വിളിക്കുന്നുണ്ടാ. ഓക്കെ ഓർമ്മ വാങ്ങിച്ചിടാൻ പറഞ്ഞു. ഇതിന് വിലയുള്ളതാണേ 20,000 ഉണ്ട്. അപ്പൊ വിലയുടെ സൺഗ്ലാസ് ഓർമ്മ വാങ്ങിച്ചിടാൻ പറ. വിലയുള്ള വയ്ക്കണേ അച്ചല്ല ഇപ്പൊ അണ്ണാക്കില് എന്തായാലും അയക്കേ. 10 ഒരുമിച്ച് ഇട്ടാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് കൂടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. ആ 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാല്ലാ അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ എൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെ ഉള്ളൂ. അത് ഓക്കെ ആവുമെന്ന് മനസ്സ് പറയണം. ബാക്കി ഇച്ചിരി ടൈറ്റ് വരികയും എന്തായാലും ഇൻഷാല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അവിടുത്തെ സാധനമൊക്കെ വാരി കൂട്ടി ഒന്ന് ഫിറ്റും ഇച്ചിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാല്ലാ. അവൻ ജിമ്മിന്റെ പേരിലൊക്കെ കുറെ അടിച്ചോണ്ട് പോയിട്ടുണ്ട്. ജിമ്മ് തുടങ്ങണം, അതാണ് മാടയണം കോടയണം എന്നൊക്കെ നല്ലോണം അടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇനി ഇവനും അവളും കൂടി പ്ലാൻ ചെയ്ത് ജിമ്മ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അവസാനം കുത്തുവാളെടുത്തതാണോന്നും അറിയത്തില്ല. എന്തായാലും മൂഞ്ചി ഷിയാസേ ഇത് എങ്ങനെയാണടാ. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് വലിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പണി വരുമ്പോൾ എല്ലാം കൂടി പാലും വെള്ളത്തിൽ അണ്ണാക്കിൽ കിട്ടും. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ അത്ര നല്ലവനെന്നോ നല്ല വെടിപ്പായിട്ടുള്ളവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാൽ എനിക്കൊരു തേങ്ങി നോക്കാമല്ലോ. ഞാൻ ഉള്ള കാര്യം തുറന്ന് ജനങ്ങളെടുത്ത് പറയും. അത് വേറെ കാര്യം. എനിക്കിപ്പോൾ എന്നെക്കുറിച്ച് ഒരു ആരോപണമോ എന്തെങ്കിലും അലിഗേഷൻസ് എന്തെങ്കിലുമൊക്കെ തെളിവ് സഹിതം വന്നാൽ കൂടി ഞാൻ ഉള്ളതങ്ങ് പറയും. അല്ലാണ്ട് ഈ കിടന്ന് മെഴുകേണ്ട ഉരുളേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അത്രയും വെടിപ്പല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. എന്തുവാ നീ ഇപ്പോൾ അവിടെ ആ ഒരു ബീഫിന്റെ കേസിൽ അവിടെ കിടന്ന് ഷോഫ് കാണിച്ചതാണ് ഇപ്പോൾ ഈ ഗതിയിലായത്. നിന്റെ വോയിസ് അടക്കം പുറത്ത് വരേണ്ട ഒരു ഗതികേട് വന്നത്. നീ സൂക്ഷിക്കുക, മണ്ടത്തരങ്ങൾ എടുത്തു കാടി ചെയ്യരുത്. അത് ആലോചിച്ചാൽ നിനക്ക് കൊള്ളാം. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അക്കൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ തെളിവ് ഏത് അത് അതുകൊണ്ട് കൈ തന്നാൽ മതി. വോയിസ് അയച്ചു കൊടുത്തു. അവളെ വോയിസ് എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അണ്ണാക്കി തരണം എന്നുള്ള ചിന്തയിലുള്ള അവളോ തന്നെ കേട്ടോ. അതാണ് അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ കേസിലാണെങ്കിൽ എനിക്കിട്ട് പണിതാ ഞാൻ തിരിച്ചിട്ട് പണിയും. അത് വേറെ കേസ്. അല്ലാണ്ട് ഇവനെ പോലെ പേടിച്ചു കൂടെ ഇങ്ങനെ പോകത്തൊന്നുമില്ല. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിനെ കുറച്ച് അഡ്വാൻസ് കൊടുക്കാം. ഓക്കെ ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും ATM-ൽ നിന്ന്? അതുപോലെ ഒരു ദിവസം 1500 രൂപ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. അപ്പൊ എന്റെ നല്ലതിനും ചീത്ത സമയത്ത് നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് താങ്ങായിട്ടും അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ്. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം വരെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരിക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടുണ്ടാവും. നീ വരിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. മരണം വരെ കൂടെ ഉണ്ടാവുന്ന വാഗ്ദാനൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. നീ മരിച്ച ഞാൻ ഉണ്ടാവും, ഞാൻ മരിച്ച നീ ഉണ്ടാവും. നിന്റെ അച്ചാറ് അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ശ്രദ്ധിക്കും എന്ന് പറയണേ. ദിവസം അനീറ്റ് നമ്മളെ അപ്പൂൻ്റെ അവളെന്ന് പറഞ്ഞു ഞാൻ സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസിക്കാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഇത് ആലോചിച്ചു അവൾക്ക് ബോയ് ഫ്രണ്ടിലുണ്ടോ ഇടയ്ക്ക് നീ ലവിൻ്റെ സ്റ്റാറ്റസ് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പ്രാന്താന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് പോകുന്ന അതിൽ ഇടണ്ടെന്ന് പറഞ്ഞു. അധികം അത് നിന്റെ വില പോകും. കൂടുതലൊന്നുമില്ല. കിടന്നങ്ങട്ട് കുറെ മെഴുകുന്നത് കുറെ കൊഞ്ചലും കുഴയിലും ഒക്കെ തന്നെയാണ്. വേറെ ഉണ്ട്. ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ കല്യാണം കഴിച്ചാലും നമ്മൾ തമ്മിലുള്ള സെറ്റപ്പ് ഡിങ്കോൾഫി വെച്ചോണ്ടിരിക്കുക എന്നുള്ള സെറ്റപ്പ് അവൻ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പണി കിട്ടിയതാ, തന്നതാ പണി, അത്രേ ഉള്ളൂ. ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് മെഴുകുന്നുണ്ടായിരുന്നു, കാണാം. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക്
എനിക്കൊരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹം എടാ നാണമില്ലേടാ, നാണമില്ലേ? 60 വയസ്സായ അമ്മച്ചീരുടെ അടുത്താണാ നീ പോയത് നിന്റെ കിടുതാപ്പും കൊണ്ട്? നാണോ മാനോ ഉളുപ്പും ഉണ്ടാടാ എനക്ക്? അമ്മച്ചീരുടെ അടുത്താടാ പോയത് നീ? പൈസ കണ്ടപ്പോ നീ എനക്ക് അമ്മച്ചി ആയാലും മതിയല്ലേ? കൊള്ളാം, കലക്കാൻ. വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. അത് കണ്ടു, വോയിസ് കേട്ടാ മനസ്സിലായി. ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ എന്റെ പൊന്നളെ എന്നൊന്നും വിളിച്ച് പറഞ്ഞോളല്ലോ, ഉള്ള കാര്യം പറയാം. കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടി അറിയുന്ന എല്ലാവർക്കും അറിയാം. പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ. എനിക്ക് എഫ്ഐആർ പറയില്ല. ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞത്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവര് കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളിൽ നിന്ന് വാങ്ങി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും. നീ വാങ്ങിച്ച പൈസ കൊടുക്ക്. നിന്റെ ഉമ്മാന്റെ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്, തള്ളാണെന്ന് മനസ്സിലായടാ കരീമേ. അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിനും ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിൽ ഒരു ക്ലാരിറ്റി പറയുകയാണ്. കാര്യം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാട് ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കേടാ, താങ്ക് യുടാ. എന്തായാലും എനിക്കെല്ലാം മനസ്സിലായി. എനിക്കിനൊന്നും പറയാനില്ല, നീ തന്നെ പറയല്ലേ. പാവോടാ, അവസ്ഥ മനസ്സിലാവോടാ. എനിക്ക് നിന്റെ വിഷമവും നിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നീ പൈസ ചോദിച്ചു പൈസ വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് തൊട്ടിത്തരാണ്. അതിനെ എനിക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാനോ നിന്നെ സപ്പോർട്ട് ചെയ്യാനോ പറ്റത്തില്ല. മറ്റത് നിന്റെ കൺസെന്റോട് കൂടി പരിപാടിയും ചെയ്തിട്ട് ഇവളുമാര് കുടയം പിടിച്ചോണ്ട് വന്നു എൻ്റെ പുന്നാര ഷിയാസ് മോനെ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം അത് തന്തയില്ലായ്മയാണ്. അതായത് ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ ഡിംഗൾഫി, പിന്നെ വന്നിട്ട് അയ്യോ അവനെ പീപ്പിച്ച് ഈ സാധനം അത് നമ്മൾ അംഗീകരിക്കില്ല. അത് നമ്മുടെ എത്തിക്സിനെ നിരക്കാത്ത പരിപാടിയാണ്. അമ്മാതിരി തന്തയില്ലാത്ത പരിപാടിയും കൊണ്ട് എവളെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ചെയ്യാതെ ഒരു മാറ്റമല്ല. പക്ഷേ അതിൻ്റെ മറവിൽ നീ പൈസ തട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ അണ്ണാക്കി വെച്ച് തോക്ക് വെച്ച് ഒട്ടിക്കുന്ന വോയിസ് എടുത്ത് ഞാൻ പുറത്തുവിടാത്തത് അതിൻ്റെ പേരിൽ ഇനി ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ തോക്കണ്ടെന്നും പറഞ്ഞ് നിന്നെ വീണ്ടും പിടിച്ചോണ്ട് പോകും. എനിക്കൊന്നും കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുത്ത് പുറത്തുവിടാത്തത്. അപ്പം ശരി, സന്തോഷമായിട്ട് ഇരിക്കും. ബാക്കിയൊക്കെ ഉള്ളത് വരാനുള്ളതൊക്കെ വഴി തങ്ങാതെ കറക്റ്റായിട്ട് വന്നോളാം. എല്ലാം വെയിറ്റ് ചെയ്യും. അപ്പോൾ ശരി, ഞാൻ പോട്ടല്ലോ ചെയ്യാതെ സുഖമല്ലേ? അപ്പോൾ ശരി, ബൈ.